2026 ജൂലൈ മാസത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന 16ാമത് ഇന്ത്യ-ജപ്പാൻ ആനുവൽ സമ്മിറ്റ് ഇരു രാജ്യങ്ങളുടെയും സമഗ്ര തന്ത്രപരമായ സഹകരണത്തിൻ്റെ ഒരു പ്രധാന മുന്നേറ്റമായിരുന്നു. ഇന്ത്യയുടെയും ജപ്പാന്റെയും പ്രധാനമന്ത്രിമാർ നയിച്ച ഈ ഉച്ചകോടിയിൽ സെമി കണ്ടക്ടറുകൾ, ക്രിട്ടിക്കൽ മിനറലുകൾ, ക്ലീൻ എനർജി, AI തുടങ്ങി ഒരുപാട് മേഖലകളിൽ ഏകദേശം 120 മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ MOUകൾ ഒപ്പുവെച്ചു. അതോടൊപ്പം വിവിധ മേഖലകളിലായി $13 ബില്യൺ നിക്ഷേപവും പ്രതിരോധ മേഖലയിലെ പരസ്പര സഹകരണത്തിനും ധാരണയായി. അതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കരാറാണ് യൂണിക്കോൺ അഥവാ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നറിയപ്പെടുന്ന സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളുടെ മാസ്റ്റ് സാങ്കേതികവിദ്യ കൈമാറ്റം. അതോടൊപ്പം ജപ്പാനുമായി സഹകരിച്ച ഇന്ത്യയിൽ തന്നെ അത്യാധുനിക മൊഗാമി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പാസിഫിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ സമാധാന പ്രാധാന്യമുള്ള ഒരു പ്രതിരോധ നയം മാത്രം പിന്തുടർന്നു പോന്ന ജപ്പാൻ കഴിഞ്ഞ 80 വർഷമായി തങ്ങൾ പുലർത്തിപ്പോന്ന സൈനിക നയങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയുമായി ചേർന്ന് ഒരു പുതിയ ചരിത്രമെഴുതുകയാണ്. ലോകശ്രദ്ധ ആകർഷിച്ച യൂണിക്കോൺ കരാറും ചൈനയുടെ നാവിക മേധാവിത്വത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് നിർമ്മാണവും മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു, നമുക്ക് വിശദമായി നോക്കാം. വെൽക്കം ടു ജിയോ പൊളിറ്റിക്കൽ മീഡിയ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. ഈ കരാറുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് അല്പം പിന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പരാജയത്തിനു ശേഷം ജപ്പാൻ തങ്ങളുടെ ഭരണഘടനയിൽ ഒരു സമാധാന നയം കൂട്ടിച്ചേർത്തു, ആർട്ടിക്കിൾ 9. ഇതനുസരിച്ച് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാനോ ആക്രമണോത്സുകമായ ആയുധങ്ങൾ കൈവശം വയ്ക്കാനോ ജപ്പാന് നിയമപരമായ അവകാശത്തെ പരിമിതപ്പെടുത്തി. തങ്ങളുടെ സുരക്ഷയ്ക്കായി മാത്രം അവർ അമേരിക്കയെ ആശ്രയിച്ചു. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ഇന്തോ പസഫിക് മേഖലയിലെ സാഹചര്യം അപ്പാടെ മാറി. സൗത്ത് ചൈന കടലിലും ഈസ്റ്റ് ചൈന കടലിലും ചൈനയുടെ ഏകപക്ഷീയ കടന്നുകയറ്റങ്ങൾ ജപ്പാന് വലിയ ഭീഷണിയായി. ഇതോടെയാണ് ജപ്പാൻ തങ്ങളുടെ പാസിഫിസ്റ്റ് മനോഭാവത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തീരുമാനിച്ചത്. ചരിത്രത്തിലാദ്യമായി ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് ഇരട്ടിയാക്കുകയും ഇന്ത്യയെപ്പോലൊരു തന്ത്രപ്രധാന പങ്കാളിയുമായി ചേർന്ന് ആയുധ വികസനത്തിലേക്ക് തിരിയുകയും ചെയ്തു. ഇതൊരു സാധാരണ നയതന്ത്ര മാറ്റമല്ല, മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജപ്പാന്റെ ഏറ്റവും വലിയ സൈനിക പരിവർത്തനത്തിൻ്റെ തുടർച്ചയാണ്. ഈ പുതിയ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ യൂണിക്കോൺ കരാർ. എന്താണ് യൂണിക്കോൺ അഥവാ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്ന് നോക്കാം. ഒരു സാധാരണ യുദ്ധക്കപ്പലിൽ റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ ആന്റിനകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ എന്നിവ വ്യത്യസ്ത ഇടങ്ങളിലായി ചിതറിക്കിടക്കുകയാവും ചെയ്യുക. എന്നാൽ ശത്രുക്കളുടെ റഡാറുകൾക്ക് കപ്പലിനെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത് അവസരമൊരുക്കുന്നു. എന്നാൽ ജപ്പാൻ വികസിപ്പിച്ചെടുത്ത യൂണിക്കോൺ സാങ്കേതിക വിദ്യയിൽ ഈ ആന്റിനകളെല്ലാം ഒരൊറ്റ സുരക്ഷിതമായ കോണാകൃതിയിലുള്ള ടവറിനുള്ളിൽ, അതായത് ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റ് എന്നറിയപ്പെടുന്ന ടവറിനുള്ളിൽ ഒതുക്കുന്നു. ഇത് കപ്പലിൻ്റെ സ്റ്റെൽത്ത് ശേഷി, അതായത് റഡാറുകളിൽ പെടാതെ ഒളിച്ചിരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. ലോകത്തിൽ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് അവകാശപ്പെടാനാവുന്ന ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ അവർ ഇന്ത്യക്ക് കൈമാറുന്നത്. ഈ യൂണിക്കോൺ സംവിധാനം ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇന്ത്യയിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ പോകുന്ന അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ നേരിട്ട് ഘടിപ്പിക്കും. അതുകൂടാതെ ജപ്പാന്റെ അത്യാധുനിക മൊഗാമി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ സംയുക്ത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഹകരണ സാധ്യതകളെപ്പറ്റിയും ശക്തമായ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള മുൻപെങ്ങുമില്ലാത്ത പ്രതിരോധ സഹകരണം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന വിഭാവനം ചെയ്ത ഏകപക്ഷീയ ആധിപത്യ ശ്രമങ്ങൾക്ക് ഏൽക്കുന്ന ഏറ്റവും കടുത്ത നയതന്ത്ര സൈനിക പ്രഹരമാണിത്. ബീജിങ്ങിനെ ഇത് വല്ലാതെ അലോസരപ്പെടുത്തുന്നതിന് പിന്നിൽ കൃത്യമായ ഭൗമരാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സൗത്ത് ചൈന കടലിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള കൃത്യമായ പ്രതിരോധ സന്ദേശമാണിത്. ഇന്ത്യയുടെ ഈ പ്രതിരോധ തന്ത്രങ്ങൾ ജപ്പാനിൽ മാത്രം അവസാനിക്കുന്നില്ല. ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതയായ മലാക്ക കടലിടുക്കിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യയിലെ സബാങ് തുറമുഖത്തിൻ്റെ വികസനത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഇന്ത്യ ഇതിനകം നിർണായക സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു.
ഇതിനോടകം ദക്ഷിണ പസഫിക് മേഖലയിലെ വൻശക്തിയായ ഓസ്ട്രേലിയയുമായി മ്യൂച്വൽ ലോജിസ്റ്റിക്സ് സപ്പോർട്ട് എഗ്രിമെന്റ് ഒപ്പുവെച്ചതിലൂടെ ഇരു രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കാനുള്ള അനുമതി ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ചൈന വിഭാവനം ചെയ്ത സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയാണിത്. കിഴക്ക് ജപ്പാൻ, തെക്ക് കിഴക്ക് ഇന്തോനേഷ്യ, തെക്ക് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും, പടിഞ്ഞാറ് ഇന്ത്യയുടെ നിക്കോബാർ ഐലൻഡ്, ഇങ്ങനെ ചൈനയ്ക്ക് ചുറ്റും ഒരു സ്ട്രാറ്റജിക് എൻസർക്കിൾമെന്റ് സൃഷ്ടിക്കുകയും ഇന്തോ പസഫിക്കിൽ പുതിയ ശക്തി സമവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ.